സേതുമാധവനായി മോഹൻലാലും അച്യുതൻ നായരായി തിലകനും കീരിക്കാടൻ ജോസായി മോഹൻലാൽ ഹൈഗ്രോസായിട്ട് കൊച്ചിമല്ലിക്ക് നമ്മുടെ നാട്ടിലുള്ള എത്രയോ നമുക്കറിയാവുന്ന എത്രയോ ഇത്തരം ചെറുകിട ഗുണ്ടകൾ നമ്മുടെ മുമ്പിൽ ഹൈഗ്രോസായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ്. എത്ര ആളുകളെ നമുക്കറിയാം, എത്ര ഹൈഗ്രോസുമാർ നമുക്കറിയാം. അപ്പൊ അതൊരു നമ്മുടെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹവുമായിട്ട് ഇത്ര സ്പർശിച്ചു നിൽക്കുന്ന ഒരു സിനിമ. അതായത് ഇത് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത നിരവധി വൈകാരിക മുഖങ്ങളുണ്ടാവുക. ഒത്തിരി മോഹങ്ങളുള്ള വീട്ടിൽ നല്ല ചിട്ടയോടെ വളർത്തപ്പെടുന്ന നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിന് പ്രത്യേകമായ ഒരു സാഹചര്യം കൊണ്ട് ക്രിമിനലാക്കപ്പെടും. ക്രിമിനൽ എന്നല്ല ഞാൻ പറഞ്ഞത്, കേസ് പ്രതിയാക്കപ്പെടുന്നതിന്റെ വസ്തുത. കേസിൽ പ്രതിയാക്കപ്പെടുകയും പിന്നീട് തുടർച്ചയായ വേട്ടയാടലുകളും ഒരു സിസ്റ്റത്തിന് അയാളെ സംരക്ഷിക്കാൻ സാധിക്കാത്തത് നിമിത്തം അയാൾക്ക് അയാളെയും അയാളുടെ കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടി സമൂഹത്തിലെ ഒരു ഗുണ്ടയെ കുത്തിക്കൊലപ്പെടുത്തേണ്ടി വരുന്നൊരവസ്ഥ, കാരാഗൃഹത്തിലേക്ക് ഒരു ജീവിതം എറിയപ്പെടുന്ന സാഹചര്യം. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലും സംഭവിക്കാവുന്ന കാര്യങ്ങൾ. ഇതിലെ അഭിനയത്തിന്റെ കാര്യം പറയുമ്പോൾ അവസാന ദൃശ്യത്തിൽ അവസാനത്തെ ആ ഒരു സംഘർഷത്തിൽ ആ അവസാന സംഘർഷം യഥാർത്ഥത്തിൽ ഒരു വളരെ സ്വാഭാവികമായ ഒരു സംഘർഷം. 37 വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമയിൽ യഥാർത്ഥത്തിൽ അത്തരമൊരു സംഘർഷ ചിത്രീകരണം സാധാരണഗതിയിൽ കാണാറുണ്ട്. ആ കാലഘട്ടത്തിൽ എല്ലാ സിനിമകളിലെയും സംഘർഷ രംഗങ്ങൾ അതിഭാവത്തിൽ നിർമ്മിക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നായകൻ എല്ലാവരെയും അടിച്ച് നശിപ്പിക്കുന്ന അതിഭാവത്തിൽ നിർമ്മിച്ചു. പക്ഷെ കിരീടത്തിലെ അവസാന സംഘർഷ രംഗം എന്ന് പറഞ്ഞാൽ ഒരു അതിഭാവത്തും ഇല്ല. മോഹൻലാൽ നന്നായി ഇടിവാങ്ങുക, ഇടിവാങ്ങി മർദ്ദനെ ഏറ്റുവാങ്ങിയിട്ട് പ്രത്യേക ഘട്ടത്തിൽ ചെന്ന് വീഴുന്നത് തടിക്കഷ്ണം ജയിക്കുന്നത്. തടിക്കഷ്ണങ്ങളുടെ അടികൊണ്ടാണ് യഥാർത്ഥത്തിൽ പിന്നെ അവിടെ നമുക്ക് പറയുന്നത്. ഇതിന്റെ അവസാനത്തെ ആ ഒരു പിന്നെ സംഘർഷത്തിൽ ചക്രത്തിനിടയിൽ കൈ കൊല്ലുന്ന മോഹൻലാലിനെ അടിച്ചിട്ടതിന് ശേഷം ആ കുത്തുന്ന സമയത്ത് അദ്ദേഹം പല്ലെറുന്ന പോലെ ദൃശ്യം, ചതയ്ക്കുന്ന ദൃശ്യം, അത് കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ഭയം തോന്നുന്ന ഒരു ദൃശ്യമാണ്. കാരണം ഒരാള് ഒരു എന്താ പറയുക പരകായ പ്രവേശം സംഭവിക്കണം, അയാളല്ലാതെ മാറുകയാണ്. സേതുമാധവൻ യഥാർത്ഥത്തിൽ മോഹൻലാൽ സേതുമാധവനായി മാറി. യഥാർത്ഥത്തിൽ സേതുമാധവൻ ആണോ മോഹൻലാൽ എനിക്ക് തോന്നുന്നു ആ ഒരു അവസരത്തിൽ മോഹൻലാൽ യഥാർത്ഥത്തിൽ സേതുമാധവനായി മാറിക്കാണും എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? അവിടെ തന്നെ മോഹൻലാൽ എന്നൊരു നടനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരാള് സ്വന്തം പിതാവിനെ ആക്രമിച്ച ഒരുത്തനെ അബദ്ധവശാൽ അടിച്ചുപോയ ഒരാൾ, അതിന്റെ പേരിൽ സ്വയം ആക്രമിക്കപ്പെടുന്നു, സഹോദരിയെ ആക്രമിക്കപ്പെടുന്നു, അമ്മയും അച്ഛനും ആക്രമിക്കപ്പെടുന്നു. നിസ്സഹായതയുടെ പരകോടിയിൽ ചെന്ന് കൊല്ലാനും ചാവാനാനും തയ്യാറായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവസാന സമയത്ത് എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന അയാളുടെ ആ മുഖഭാവത്തിലും അയാളെ ചവയ്ക്കുന്നതിലും അയാൾ കത്തിപ്പിടിക്കുന്ന ആ ദൃശ്യത്തിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുല്യമായൊരു പകർന്നാട്ടം, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവസാനത്തെ ആ കത്തി വലിച്ചെറിയുന്നതിനകത്ത് പോലും ആ ഒരു ദൃശ്യമുണ്ട്. പിതാവ് കത്തി താഴെ മോനോട് പറയുമ്പോൾ ആ ഒരു മുഖമുണ്ട്. അതിന് തൊട്ട് മുമ്പ് ആജ്ഞാപിക്കുന്ന മുരളി അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് അതിലെ സബ് ഇൻസ്പെക്ടർ. സബ് ഇൻസ്പെക്ടറെ ആ കത്തി വീശാണെന്ന് നമ്മൾ വിചാരിക്കും മുരളിക്ക് ഉത്തേജനം തോന്നുന്നു. ആ മനുഷ്യർ ഇന്ത്യകൾക്കാണ് അതിന്റെ